8.5 പതിറ്റാണ്ട് കാലത്തോളം നീണ്ടുനിന്ന സമരകേരളത്തിന്റെ ഒരിക്കലും പകരം വെക്കാനാകാത്ത ദ്വയാക്ഷരമായിട്ടുള്ള സഖാവ് വി.എസിന്റെ രാഷ്ട്രീയ ജീവിതമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം അറിയാം, 1929 ആലപ്പുഴയിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ അന്നത്തെ ഇന്ത്യയിലെ എക്കാലത്തെയും ഉജ്ജ്വലനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ, സഖാക്കളുടെ സഖാവ് എന്നറിയപ്പെടുന്ന സഖാവ് പി കൃഷ്ണപിള്ളയാണ് വരാനിരിക്കുന്ന കേരളത്തിന്റെ സമര പോരാട്ടങ്ങളിലേക്ക് സഖാവ് വി.എസിനെ കൈപിടിച്ച് ആനയിക്കുന്നു. ചരിത്രത്തിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടി അന്നത്തെ ആസ്പിൻവാൾ കമ്പനിയിലേക്ക് നടന്നു ചെല്ലുന്ന സഖാവ് പി കൃഷ്ണപിള്ള 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കാണുകയും ആസ്പിൻവാൾ കമ്പനിക്ക് സംരക്ഷണം കൊടുത്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കും വേണ്ടി ടെന്റ് തയ്ച്ചുകൊണ്ടിരുന്ന ആരോഗ്യ ദൃഢഗാത്രനായ ചെറുപ്പക്കാരനെ കാണുകയും ആ ചെറുപ്പക്കാരനോട് സഖാവ് പി കൃഷ്ണപിള്ള ചോദിക്കുന്നത്, ആർക്കു വേണ്ടിയാണ് നീ ജോലിയെടുക്കുന്നത്? ആർക്കു വേണ്ടിയാണ് നീ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്? ഈ ജോലി അവസാനിപ്പിച്ച് അസംഖ്യം വരുന്ന നിന്റെ സഹോദരങ്ങളായിട്ടുള്ള തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ, ഈ പ്രസ്ഥാനത്തിനു വേണ്ടി അണിചേരാൻ നിനക്ക് സാധ്യമാണോ എന്നുള്ള ഒരൊറ്റ ചോദ്യത്തിലാണ് വി.എസ് എന്ന് പറയുന്ന ഉജ്ജ്വലനായിട്ടുള്ള പോരാളി ജനിക്കുന്നത്. ചോദിക്കുന്നത് കൃഷ്ണപിള്ളയായതുകൊണ്ട് തന്നെ യാതൊരു മടിയും കൂടാതെ സാമ്രാജ്യത്വത്തിനും ചൂഷകവർഗത്തിനും വേണ്ടി ജോലിയെടുത്തിരുന്ന തൊഴിലാളിയാണെങ്കിൽ കൂടി ജോലിയെടുത്തിരുന്ന ആ ചെറുപ്പക്കാരൻ ഉജ്ജ്വലമായിട്ടുള്ള സമര പോരാട്ടത്തിന്റെ പാതയിലേക്ക് ഇറങ്ങി വരികയാണ്. ആലപ്പുഴയിലെയും കുട്ടനാട്ടിലെയും 10,000-കണക്കിന് വരുന്ന തൊഴിലാളികളുടെ ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടത്തെ നയിച്ചുകൊണ്ടായിരുന്നു സഖാവ് വി.എസിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. ഒരുപക്ഷെ തിരുവിതാംകൂർ കോൺഗ്രസിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച സഖാവ് വി.എസ് പിന്നീട് ഒരു പതിറ്റാണ്ട് കഴിയുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അമേരിക്കൻ മോഡൽ ഭരണം നടപ്പിലാക്കാൻ സർ സി.പി. രാമസ്വാമി അയ്യരുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് വരികയും തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോ അന്ന് സർ സി.പി.ക്കെതിരായി നടന്ന ഉജ്ജ്വലമായ പോരാട്ടത്തെ നയിച്ച ചെറുപ്പക്കാരൻ കൂടിയായിരുന്നു സഖാവ് വി.എസ്. അന്ന് ബ്രിട്ടീഷ് അധികാരികൾക്ക് സർ സി.പി. രാമസ്വാമി അയ്യർ അയച്ച ഒരു കത്തിൽ പറയുന്നു, അപകടകാരിയായിട്ടുള്ള തിരുവിതാംകൂറിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ സഖാവ് വി.എസിന് അന്ന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായി ഈ കേരളത്തിന്റെ മണ്ണിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് പാദസേവ ചെയ്യുന്ന ഒരു ഭരണകൂടത്തെ നയിച്ചിരുന്ന സർ സി.പി. രാമസ്വാമി അയ്യർ 23-ാമത്തെ വയസ്സിൽ ഒരു ചെറുപ്പക്കാരനെ വിശേഷിപ്പിക്കുകയാണ് കേരളത്തിലെ തിരുവിതാംകൂറിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു വി.എസ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്ത് ദർബാർ ഹാളിൽ വെച്ച് M.S. മണിയുടെ വെട്ടേറ്റുകൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ നിന്നും ഓടിയൊളിച്ച സർ സി.പി. രാമസ്വാമി അയ്യർ അന്ന് വെട്ടേറ്റ് വീണ ദർബാർ ഹാളിൽ വെച്ചാണ് കഴിഞ്ഞ വർഷം സഖാവ് വി.എസിന് നാം അന്ത്യാഭിവാദ്യം അർപ്പിച്ചത്. ചരിത്രം അങ്ങനെയാണ്. അടിച്ചമർത്തപ്പെടുന്നവർക്കെതിരായി, അടിച്ചമർത്തപ്പെടുന്ന വിഭാഗത്തിനു വേണ്ടി, ചൂഷകർക്ക് വേണ്ടി പൊരുതിയ മനുഷ്യരുടേതാണ് ലോകത്തിന്റെ ചരിത്രം. ചില മരണങ്ങൾ അങ്ങനെയാണ്. സഖാവ് വി.എസ് നമ്മ വിട്ടും വിട പറഞ്ഞ് ഒരു വർഷം പൂർത്തീകരിക്കുകയാണ്. സഖാവ് വി.എസിന്റെ ഉജ്ജ്വലമായിട്ടുള്ള സ്മരണകൾ അയവിറക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ ചരിത്രത്തിൽ
എല്ലാ കാലവും തലയുയർത്തിപ്പിടിച്ച ചില മരണങ്ങൾ ലോക ചരിത്രത്തിൽ. ആ മരണങ്ങളും ആ മനുഷ്യരുടെ പോരാട്ടങ്ങളും വിസ്മൃതിയിൽ ആണ്ടുപോകാതെ പുതിയ കാലഘട്ടത്തിന്റെ പോരാട്ടത്തിൽ എങ്ങനെയാണോ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുവജന പ്രക്ഷോഭത്തിന്റെ മുന്നണിയിൽ ഭഗത് സിംഗിന്റെയും ചെഗുവരയുടെയും ചിത്രമുയർത്തി പതിറ്റാണ്ടുകൾക്ക് ശേഷം പ്രിയപ്പെട്ടവരെ രാജ്യ തലസ്ഥാനത്ത് ചെറുപ്പക്കാർ സമരം ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ കേരളത്തിൽ വരാനിരിക്കുന്ന സമര പോരാട്ടങ്ങളിൽ അനശ്വരമാക്കപ്പെട്ട പ്രതീകമായി സഖാവ് VS ഈ സമര കേരളത്തെ നയിക്കാൻ വേണ്ടി പോകുന്ന ഒരു കാഴ്ചയാണ് നാം കാണാൻ വേണ്ടി പോകുന്നത്. ആ രണ്ടക്ഷരം എങ്ങനെയാണോ കേരളത്തിന്റെ ചരിത്രത്തെ ഇത്രമേൽ സ്വാധീനിച്ചത്. ചില മരണങ്ങൾ അങ്ങനെയാണ്. പതിറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞാലും നമുക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന മരണങ്ങൾ. ലോക ചരിത്രത്തിലെ കാലത്തെയും ഉജ്ജ്വലമായിട്ടുള്ള വിപ്ലവങ്ങളിൽ ഒന്നിന്റെ പേരാണ് ചൈനീസ് വിപ്ലവം. നമ്മുടെ തൊട്ടപ്പുറത്തെ രാജ്യമായ ചൈന ലോകത്തിലെ കാലത്തെയും ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങളാൽ ചരിത്രത്തിൽ ഇടം പിടിച്ച മണ്ണാണ്. അന്ന് പതിറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കുന്ന അടിച്ചമർത്തൽ ഭരണത്തിനെതിരായി സഖാവ് മാവോ സേ തുങ്ങിന്റെ നേതൃത്വത്തിൽ നടന്ന ഉജ്ജ്വലമായിട്ടുള്ള ചൈനീസ് ജനകീയ വിപ്ലവം. അന്ന് ചൈനീസ് ജനകീയ വിപ്ലവത്തിൽ അടിവച്ചടിവച്ച് മുന്നോട്ട് പോകുന്ന ചൈനീസ് ഗറില്ലകളുടെ മുന്നിൽ സഖാവ് മാവോ സേ തുങ് നടത്തിയ ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രസംഗമുണ്ട്. ചൈനയിലെ ഉജ്ജ്വലമായ ജനകീയ വിപ്ലവത്തിൽ ചൂഷകവർഗത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ തലയറ്റു വീണുന്ന തങ്ങളുടെ സഖാക്കളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പോരാളികളോട് ജനകീയ ചൈനയുടെ ചെയർമാനായിരുന്ന സഖാവ് മാവോ സേ തുങ് നടത്തിയ ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ വരി, കവി കൂടിയായിട്ടുള്ള മാവോ സേ തുങ് നടത്തിയ ഉജ്ജ്വലമായ പ്രസംഗത്തിന്റെ വരികൾ ഇന്നും ലോകത്തിലെ പോരാട്ടത്തിൽ വീണുപോകുന്ന മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നവെന്നാണ്. രക്തസാക്ഷികളെ കുറിച്ച്, പോരാളികളെ കുറിച്ച് ജനകീയ ചൈനയുടെ ചെയർമാൻ തലകുനിച്ചു നിൽക്കുന്ന പോരാളികളോട് പറഞ്ഞു, സഖാക്കളെ തല ഉയർത്തി നിൽക്കുക. ഈ പോരാട്ടത്തിൽ രക്തസാക്ഷികളായി മാറുന്നവർ വരാനിരിക്കുന്ന പോരാട്ടത്തിൽ നമ്മുടെ ഊർജമാണ്, ഇന്ധനമാണ്. അവരുടെ മരണം നോക്കൂ, ലോകത്തിൽ രണ്ട് തരത്തിലുള്ള മരണങ്ങളുണ്ട്. അതിലാദ്യത്തെ മരണം സ്വാഭാവികമായ മരണമാണ്. ഒരു തൂവല് പോലെ, ഒരു പതിരു പോലെ ഊതിയാൽ പറന്നു പോകുന്ന ലാഘവത്തോടുകൂടിയുള്ള ലളിതമായ സ്വാഭാവികമായ മരണം. രണ്ടാമതൊരു മരണമുണ്ട്, അതാണ് പോരാളികളുടെ രക്തസാക്ഷികളുടെ മരണം. ആ മരണം ഏതു കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചാലും തായ്പർവ്വതത്തിന്റെ ഘനഗാംഭീര്യത്തോടുകൂടി ആ കൊടുങ്കാറ്റുകളെ തടഞ്ഞു നിർത്തുന്ന മരണം. പ്രിയപ്പെട്ടവരെ, ഏറെ അഭിമാനത്തോടുകൂടി പറയാം, കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആഞ്ഞടിച്ച ചൂഷകവർഗത്തിന്റെ എല്ലാ തരത്തിലുള്ള കടന്നാക്രമണങ്ങളെയും തടുത്തു നിർത്തിയ തായ്പർവ്വതത്തിന്റെ ഘനഗാംഭീര്യമുള്ള പേരുകളിലൊന്നായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലും വർത്തമാന കാലഘട്ടത്തിലും വരാനിരിക്കുന്ന കാലഘട്ടത്തിലും സഖാവ് വേലിക്കൽ ശങ്കരൻ അച്യുതാനന്ദൻ എന്ന സഖാവ് VS അച്യുതാനന്ദൻ എന്ന അഭിമാനബോധത്തോടുകൂടി നമുക്ക് പറയാം. സഖാവ് VS നമ്മെ വിട്ടുപിരിഞ്ഞു, അതൊരു യാഥാർത്ഥ്യമാണ്. സഖാവ് VS ഈ കേരളത്തിലെ ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങളുടെ മുന്നണിപ്പടയിൽ നിന്നും നമ്മെ തനിച്ചാക്കി അനശ്വരമാക്കപ്പെട്ട ഒരു ലോകത്തേക്ക് യാത്ര തിരിച്ചു. പക്ഷേ പ്രിയപ്പെട്ടവരെ, തീർച്ചയായും നമുക്കറിയാം, വരാനിരിക്കുന്നത് വലിയ സമര പോരാട്ടത്തിന്റെ നാളുകളാണ്. ആ സമര പോരാട്ടങ്ങളെ നയിക്കേണ്ടവരാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റുകൾ, കേരളത്തിലെയും ഇന്ത്യയിലെയും ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തിന് എല്ലാ കാലത്തും പൊരുതാനുള്ള ഊർജവും ഇന്ധനവുമാണ് സഖാവ് VS. സഖാവ് VSന്റെ ദീർഘമായിട്ടുള്ള ചരിത്രത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പുന്നപ്രയിലും വയലാറിലും മേനോശ്ശേരിയിലും ആലപ്പുഴയുടെ തീരമേഖലയിലും പൊരുതിയ മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ നടന്ന വലിയ വെടിവെപ്പിൽ ആയിരക്കണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റുകൾ ജീവത്യാഗം കൊണ്ട് നേടിയെടുത്തതാണ് ഈ കേരളം. നമുക്കറിയാം,
കയ്യൂർ സഖാക്കളുടെ ധീരതയിൽ പിറന്നു വീണതാണ് ഈ കേരളം. കാവുമ്പായിലെയും മുനയൻകുന്നിലെയും പാടിക്കുന്നിലെയും ഒഞ്ചിയത്തെയും കണ്ണൂരിലെയും മട്ടാഞ്ചേരിയിലെയും ധീരരായ പോരാളികളുടെ ഹൃദയരക്തത്തിൽ പടുത്തുയർത്തപ്പെട്ടതാണ് ഈ കേരളം. ഈ കേരളത്തെ തകർക്കാൻ ഈ വർത്തമാന കാലഘട്ടത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മുള്ളുമുരിക്കും മൂർഖൻ പാമ്പുകളുടെയും വിഷജന്തുക്കളുടെയും വിഷസർപ്പങ്ങളുടെയും പണം വിടർത്തിയാടലുകൾക്ക് മുമ്പിൽ ഈ കേരളം തലകുനിക്കാത്തത് VS-നെ പോലെയുള്ള ധീരരായ മനുഷ്യർ ഈ കേരളത്തിന് നൽകിയ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ചരിത്രത്തിന്റെ പിൻബലത്തില്.